ഇന്ന് കിച്ചണിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിട്ട വീഡിയോസൊക്കെ പുറത്തുകൂടി പോണ വീഡിയോസുകളായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കിച്ചണത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നൂൽപുട്ടും എഗ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ സൗദിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നല്ല റെഡിക്കൻ്റെ ശരിയാകുന്നുണ്ട്. എൻ്റെ ജോലികളൊക്കെ ഞാൻ വേഗം എടുക്കും കേട്ടോ. എനിക്ക് ഉച്ചയാകുമ്പോഴത്തേനും എല്ലാതും കഴിയണം, അതാണ് എനിക്കിഷ്ടം. നൂൽപുട്ടൊക്കെ അപ്പോൾ സെറ്റാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടോ. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം. റൈസ് കുക്കറിലാണ് ഞാൻ ചോറ് വെക്കൽ കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ വേഗം അവിടെ വെക്കും. അടുത്ത ഞാൻ കറിക്കുള്ളതാണ് കേട്ടോ വെക്കണത്. കറിക്കുന്ന വാഴയ്ക്കും പരിപ്പാണ്. അപ്പോൾ അതും വേഗം നുറുക്കി റെഡിയാക്കിങ്ങാണ്ട് വെച്ചു. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ വേഗം അരി കഴുകിയിടട്ടെ. ഇങ്ങനെ ആയാലും എന്താ പറയുക, ജോലികളൊക്കെ വേഗം കഴിയും. ഒക്കെ ഒപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം കഴിയും. അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ അവിടെ കിടന്നാവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പേരിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് ക്യാരറ്റ് ഉണ്ട്, അപ്പോൾ അത് എടുക്കാമെന്ന് കരുതിക്കണം. പിന്നെ ചിക്കൻ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ മസാല വെച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് പൊരിക്കും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. ക്യാരറ്റ് എടുത്തപ്പോൾ വേഗം റെഡിയാക്കണം. എന്നാൽ ചോറ് എടുക്കുന്നതോട് കൂടി ഉപ്പേരി അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ശരിയാക്കി എടുക്കണം. നൂൽപുട്ടൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ കറിക്കുള്ള തേങ്ങ അരച്ചുകൊണ്ട് കറിക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ കറി അവിടെ സെറ്റായി. അതിൻ്റെ ഇടയിൽ ഉപ്പേരി റെഡിയാക്കണുണ്ട്. ഇനി നമ്മൾ നൂൽപുട്ടക്ക് എഗ്ഗ് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഉള്ളി വേഗം കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ജോലികളൊക്കെ ഏകദേശം ആയിട്ടോ. ഇനി ചിക്കൻ പൊരിക്കാനും കൂടി ഉള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് പൊരിക്കാൻ വിചാരിച്ചിട്ടാണ്. എല്ലാതും കഴിഞ്ഞിട്ട് എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എഗ്ഗ് കറി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞ് ചിക്കൻ പൊരിക്കാനുള്ളൂ. അപ്പോൾ അതെടുത്തുകൊണ്ട് ഇനി വേഗം റെഡിയാക്കാം. അപ്പോൾ ഇനി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ചിക്കൻ ഇന്നലെ മസാല വെച്ച് വെച്ചുകൊണ്ട് വേഗം എടുത്ത് പൊരിക്കാൻ. അപ്പോൾ ഏകദേശം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു, എല്ലാതും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ മസാല വെച്ച് വെക്കും കേട്ടോ. എന്നാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ വേഗം എടുത്ത് പൊരിക്കാമല്ലോ. അപ്പോൾ അധികം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ കിച്ചണിലെ വിശേഷങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് കിച്ചണിലെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെയൊക്കെ ശരിയാക്കാം. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.